കിച്ചൺ ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ വർഷത്തെ പ്ലം കേക്ക് റെസിപ്പിയുമായാണ്. ഇത് ഉണ്ടാക്കുന്നതിനായി നമുക്ക് ആദ്യം തന്നെ പഞ്ചസാര കാരമൽ ചെയ്തെടുക്കണം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് 1 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര നന്നായി കാരമലായി വരുന്ന സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് കാരമൽ ചെയ്തെടുക്കാം. അതിനിടയ്ക്ക് ഇതിനകത്തേക്ക് സ്പൂൺ വെച്ച് ഇളക്കുകയോ അല്ലെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമോ ഒന്നും തന്നെയില്ല. ഇപ്പോൾ പഞ്ചസാര ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളറായി വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ ഇതിനകത്തേക്ക് ഒരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുന്നത്. ഇതേ സമയത്ത് തന്നെ ഞാൻ അടുത്ത അടുപ്പിൽ കുറച്ച് വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് അളവിൽ നന്നായി ചൂടാക്കിയ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിൻ്റെ ആവിയൊന്നും മുഖത്തേക്ക് വരാതിരിക്കാൻ ഒന്ന് മാറി നിന്നിട്ട് വേണം ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ആ 1/2 കപ്പ് വെള്ളം ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം സ്പൂൺ വെച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ആദ്യം തന്നെ ആ പഞ്ചസാര ഒരു ക്രിസ്റ്റലായി മാറിയിട്ടുണ്ടാവും, പക്ഷേ ചൂട് തട്ടുമ്പോൾ അത് നന്നായി മെൽറ്റായി വരും. ഇത് ഞാനിവിടെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് നമുക്ക് കേക്കിന് ആവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. ഇതിനായി ഒരു വലിയ ബൗൾ എടുത്ത ശേഷം അതിനകത്തേക്ക് 1/2 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ജാതിക്ക പൊടിച്ചതും 1/4 ടീസ്പൂൺ അളവിൽ ഗ്രാമ്പു പൊടിച്ചതും 1/4 ടീസ്പൂൺ അളവിൽ പട്ട പൊടിച്ചതും ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/8 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ആവശ്യമുള്ളൂ. അതിനുശേഷം ഒരു വിസ്ക് ഉപയോഗിച്ച് ഇത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു അരിപ്പ ഉപയോഗിച്ച് നന്നായിട്ട് ഇതൊന്ന് സീവ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നീട് ഒരു ബൗൾ എടുത്ത ശേഷം അതിനകത്തേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇവിടെ ഞാൻ 200 ഗ്രാം ബട്ടറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന സമയത്ത് ബട്ടറും എഗ്ഗും എല്ലാം എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ളത് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ബട്ടർ ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം ഞാനിവിടെ ഒരു ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു വിസ്ക് ഉപയോഗിച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. പിന്നീട് ഇതിനകത്തേക്ക് 1/2 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ എൻ്റെ കയ്യിൽ ബ്രൗൺ ഷുഗർ ഉള്ളത് കൊണ്ട് ഞാൻ അതാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വൈറ്റ് ഷുഗർ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പഞ്ചസാര ചേർത്തതിന് ശേഷം ആ ബട്ടറും പഞ്ചസാരയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് നമുക്കിതിനകത്തേക്ക് 3 മുട്ട ചേർക്കണം. ഇവിടെ ഞാൻ ഒരു മുട്ട ഇതിനകത്തേക്ക് പൊട്ടിച്ച് ചേർത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മൈദയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ബട്ടറും എഗ്ഗും കൂടെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ആ പിരിഞ്ഞ ഒരു ടെക്സ്ചർ വരുന്നത് ഒഴിവാക്കാനാണ് ഇങ്ങനെ 1 ടീസ്പൂൺ അളവിൽ മൈദ ഇതിനകത്തേക്ക് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ 3 മുട്ടയും ഇവിടെ ചേർത്ത് ഞാൻ നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു സ്പാറ്റില യൂസ് ചെയ്ത് അതിൻ്റെ സൈഡിലുള്ള മാവെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഞാനിവിടെ ഓറഞ്ച് മെർമലൈഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഫ്രൂട്ട് ജാം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരമൽ നന്നായി തണിഞ്ഞതിന് ശേഷം ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബീറ്റർ ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ കാരമൽ സിറപ്പ് ചേർക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ കളർ തന്നെ മാറിക്കിട്ടിയിട്ടുണ്ട്. പിന്നീട് ഞാൻ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാനിവിടെ നേരത്തെ 1 മാസം മുൻപ് തന്നെ സോക്ക് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ഇത് സോക്ക് ചെയ്യുന്ന വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതെടുത്ത് കാണുക. പിന്നീട് ഒരു ബൗളിലേക്ക് ഒരു സ്ട്രെയിനർ വെച്ച ശേഷം അതിനകത്തേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ 2 കപ്പ് അളവിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് റിച്ച് ആയിട്ടുള്ള കേക്കാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാനിവിടെ വൈനിലാണ് സോക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് റമ്മിൽ വേണമെങ്കിൽ സോക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ആ വൈന് നമുക്ക് ബാറ്റർ ഉണ്ടാക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് ഒരു ബൗൾ എടുത്ത് അതിനകത്തേക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം
ഇതിനകത്തേക്ക് 1/2 കപ്പ് അളവിൽ കാഷ്യൂ നട്ട്സ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ ടൂട്ടി ഫ്രൂട്ടിയും സോക്ക് ചെയ്യാത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടുതലാണ്, അതുകൊണ്ടാണ് ഇതുകൂടെ ഞാൻ ഈ സമയത്ത് ചേർത്തിരിക്കുന്നത്. പിന്നീട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ മൈദ നന്നായി ആ ഡ്രൈ ഫ്രൂട്ട്സിൽ കോട്ടായി കിട്ടുമ്പോഴാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാ ഭാഗത്തും ഈവണായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് വരികയുള്ളൂ, അല്ലെങ്കിൽ എല്ലാം അടിഞ്ഞുകൂടി താഴെ പോയി നിൽക്കുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ മൈദ ചേർത്തതിന് ശേഷം പിന്നീട് ഞാൻ നേരത്തെ തന്നെ ഒരു ഓറഞ്ചിൻ്റെ തൊലി ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിരുന്നു. അപ്പോൾ ആ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തത് ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവ ചേർത്ത ശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിവിടെ സൈഡിൽ മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സിനകത്തേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായി ചേർത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്പാറ്റില യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പം അല്പമായിട്ട് ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ബീറ്റർ മാറ്റി വെക്കുന്നുണ്ട്. അതിന് ശേഷം ഞാനിവിടെ സ്പാറ്റില യൂസ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ സൈഡിലുള്ള ഭാഗങ്ങളെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കുറച്ച് തിക്കായിട്ട് വേണം നമ്മുടെ ബാറ്റർ തയ്യാറാക്കാൻ. അപ്പോൾ നിങ്ങളുടെ ബാറ്റർ കൂടുതൽ കട്ടിയായിട്ടാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന വൈനിൽ നിന്നും അല്ലെങ്കിൽ സോക്ക് ചെയ്യാൻ ഏതാണോ എടുത്തിരുന്നത് ആ മിക്സ് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായി മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്ത് വെച്ചിട്ടുണ്ട്. 160 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റാണ് ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നേരത്തെ തന്നെ ഞാനിവിടെ കേക്ക് ടിൻ തയ്യാറാക്കി വെച്ചിരുന്നു. കേക്ക് ടിന്നിലേക്ക് കുറച്ച് ബട്ടർ തടവിയതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മുടെ മിക്സ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ അകത്തുള്ള ആ എയർ ബബിൾസ് എല്ലാം ഒന്ന് പോയി കിട്ടുന്നതിന് വേണ്ടി ഇതൊന്ന് ടാപ്പ് ചെയ്തെടുക്കുക. പിന്നീട് കുറച്ച് കാഷ്യൂ നട്ട്സ് ഉപയോഗിച്ച് ഞാൻ ഇതിന് മുകളിലായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ കാഷ്യൂ നട്ട്സും ആൽമണ്ടും യൂസ് ചെയ്തിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഓവൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഓവൻ 160 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് സമയമാണ് പ്രീഹീറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഓവനിലേക്ക് ഞാനിവിടെ കേക്ക് ടിൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിവിടെ മൊത്തത്തിൽ മണിക്കൂർ സമയമാണ് കേക്ക് ബേക്ക് ചെയ്യാൻ ആവശ്യമായി വന്നത്. അതിനുശേഷം ഞാനിതിവിടെ ഇതിൻ്റെ ബട്ടർ പേപ്പർ എല്ലാം റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കേക്ക് നന്നായി ചൂട് തണിഞ്ഞതിന് ശേഷം നമ്മൾ ഏതിലാണോ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ആ മിക്സ് കുറച്ച് ഇതിനകത്തേക്ക് കേക്കിൻ്റെ മുകളിലായിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. ആ വീഡിയോ കാണിക്കാൻ വിട്ടുപോയതാണ്. ഞാനൊരു ബ്രഷ് ഉപയോഗിച്ച് വൈന് കുറച്ച് ഇതിന് കേക്കിന് മുകളിലും സൈഡിലും എല്ലാം നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിരുന്നു. അതിനുശേഷം ഒരു ബട്ടർ പേപ്പറിൽ ഇത് കേക്ക് ഒന്ന് പൊതിഞ്ഞതിന് ശേഷം ഒരു ഫോയിൽ ഉപയോഗിച്ച് പൊതിഞ്ഞു വെക്കുന്നുണ്ട്. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ പ്ലം കേക്ക് കട്ട് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്താണ് കേക്കിന് അതിൻ്റെ യഥാർത്ഥ രുചി കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കേക്ക് വീട്ടിലൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക്സ് എല്ലാം കമൻസായി താഴെ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.